ഹലോ ഗായ്സ്, നിങ്ങളാരൊക്കെ സർവമായ മൂവി കണ്ടു? കാണാത്തവർ എന്തായാലും പോയി കാണാം. അടിപൊളി പടമാണ്. പിന്നെ കാണാത്തവരൊന്നും ഈ വീഡിയോ കാണാതിരിക്കുക, കാരണം സ്പോയിലറായി പോകും. നമ്മൾ പലതരം പ്രേതങ്ങളെ കണ്ടിട്ടുണ്ട് പണ്ട് മുതലേ, ഭയപ്പെടുത്തുന്ന ചോര കുടിക്കുന്ന പ്രേതങ്ങൾ. പക്ഷേ ഇന്നത്തെ നമ്മുടെ സിനിമകളിലൊന്നും അത്തരത്തിലുള്ള പ്രേതങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മുടെ ലോക സിനിമയിലായാലും ഇപ്പോൾ സർവമായയിലായാലുമുള്ള പ്രേതങ്ങളൊക്കെ വളരെ ക്യൂട്ടായിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള പ്രേതമാണുള്ളത്. ഇതിൽ ഇപ്പം അടുത്ത് ഞാൻ കണ്ടതിൽ വെച്ച് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് നമ്മുടെ സർവമായ. നമ്മുടെ നിവിൻ പോളിയുടെ തിരിച്ചു വരവ് എന്ന് തന്നെ പറയാം. അതിൻ്റെ കൂടെ അജു വർഗീസിൻ്റെ കോംബോയും നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല കോമഡി ആയിട്ടുണ്ട്. ഫസ്റ്റൊക്കെ ചിരിച്ച് നമ്മൾ അവസാനം എത്തുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആലോചനകൾ തുടങ്ങും, ഇതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ നല്ല ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ നമുക്ക് നിവിൻ പോളിയേക്കാൾ ഇഷ്ടപ്പെടുന്നത് പ്രേതത്തെയാണ്. വളരെ ക്യൂട്ടായിട്ട് ഡിലിലു എന്നാണ് നമ്മുടെ പ്രേതത്തിൽ അതിൽ പേര്. ഇതിൽ നമുക്ക് അവസാനം വരുന്ന സംശയമാണ്, ഇതിൽ പ്രഭേന്ദു തന്നെയായിരുന്നു ദിലുലുവിൻ്റെ കാമുകൻ എന്നുള്ളത്. പക്ഷേ സത്യമായിട്ടും അത് പ്രഭേന്ദു അല്ല. കാരണം സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു ആദ്യമായിട്ട് ദിലുലുവിനെ പ്രഭേന്ദു കാണുമ്പോഴൊക്കെ കാണിച്ചിരുന്നത്. അതിൽ അവൾ പറയുന്നുണ്ട് അവൾക്കൊന്നും ഓർമ്മയില്ല, പഴയ കാലങ്ങളൊന്നും ഓർക്കുന്നില്ല എന്നൊക്കെ. അവൾക്ക് ഓർമ്മയില്ലെങ്കിലും നമ്മുടെ നിവിൻ പോളി അഥവാ പ്രഭേന്ദു പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ദിലുലുവിനെ പണ്ട് പരിചയമുണ്ടെങ്കിൽ ദിലുലു അത് കാണിക്കുമായിരുന്നു. പക്ഷേ അവസാനം വരെയും ദിലുലുവിനെ കണ്ടതായിട്ടുള്ള ഒരു പരിചയവും തന്നെ പ്രഭേന്ദുവിനില്ല. അപ്പോൾ അവസാനം എൻഡിൽ ക്ലൈമാക്സ് സീനിൽ ദിലുലുയുടെ അമ്മയോട് പ്രഭേന്ദു പറയുന്നുണ്ട് താൻ തന്നെയാണ് നമ്മുടെ മായയുടെ, അതായത് ദിലുലുവിൻ്റെ കാമുകനെന്ന്. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ പെട്ടെന്നുള്ളൊരു മരണമായിരുന്നല്ലോ. ഇവളുടെ കാമുകൻ ആരായിരുന്നോ എന്തോ എന്നൊന്നും ഇവർക്ക് പാരൻസിന് അറിയില്ലായിരുന്നു. അതിൽ ജനാർദ്ദനൻ നമ്മുടെ നിവിൻ പോളിയോട് പറയുന്നുണ്ട് ആ കുട്ടിയുടെ ആത്മാവിന് മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ആ കുട്ടി സ്നേഹിച്ച ആൾ ആരാണെന്ന് അറിയേണ്ടതുണ്ടെന്ന്. അതിനു വേണ്ടി കൂടിയാണ് പ്രഭേന്ദു എന്ന് പറയുന്നത്. ഒരു സത്യമല്ലാത്ത സത്യം പറഞ്ഞു എന്ന് മാത്രം. അതെങ്ങനെ സത്യമല്ലാത്ത സത്യം എന്ന് പറയാൻ കാരണം, പ്രഭേന്ദുവിനെ അങ്ങോട്ടും അവളോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രേതവും ആത്മാവും ആയതുകൊണ്ട് അതെങ്ങനെ പ്രാക്ടിക്കലാകും, അവളൊരു ആത്മാവാണ് എന്നുള്ള കാര്യം പ്രഭേന്ദുവിന് നന്നായിട്ട് അറിയായിരുന്നു. ആ ഒരു ലെവലിൽ തന്നെ ആയിരുന്നു പ്രഭേന്ദു കണ്ടിട്ടുള്ളത്. എന്നാലും അവളുടെ പ്രസൻസ് പ്രഭേന്ദുവിന് അത്രയും ഇഷ്ടവുമായിരുന്നു. നേരെ തിരിച്ച് ദിലുലുവിനാണെങ്കിലും പ്രഭേന്ദുവിനെ പിന്നീട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടും കൂടെയാണ് പ്രഭേന്ദു അവസാനം അമ്മ ചോദിക്കുമ്പോൾ താൻ തന്നെയാണെന്ന് പറയുന്നത്. നമ്മുടെ നായകൻ ഇതിൽ ചെറുപ്പത്തിൽ തന്നെ ഒരു ട്രോമയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അമ്മയുടെ മരണം അവന് അഗാധമായിട്ട് മനസ്സിനെ വല്ലാണ്ട് വിഷമിപ്പിച്ചത് കാരണം അവൻ അച്ഛനോടൊന്നും ഫാമിലിയോടൊന്നും ഒട്ടും അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നില്ല. ഒരു ഒറ്റപ്പെട്ടൊരു ജീവിതം ആയിരുന്നു പ്രഭേന്ദുവിൻ്റേത്. എന്നാൽ ദിലുലുവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ പേടിക്കുന്നുണ്ടെങ്കിലും പിന്നീടുള്ള അവളുടെ പ്രസൻസ് അവനെ ഭയങ്കര ഹാപ്പി ആക്കിയിട്ടേ ഉള്ളൂ. അവൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്തി. അതായത് അച്ഛനോട് അവൻ മിണ്ടാവനും ഒക്കെ കാരണം നമ്മുടെ ദിലുലു തന്നെയായിരുന്നു. നല്ലൊരു ക്യാരക്ടറായിരുന്നു നമ്മുടെ ദിലുലുവിൻ്റേത്. ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ലൊരു കുട്ടി. ആ കുട്ടിയുടെ മരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവും. കാരണം അത്രയും നല്ലൊരു ക്യാരക്ടറായിട്ടുള്ള ഒരാൾ ഒരാത്മാവായി പോയല്ലോ എന്നൊരു സങ്കടം തോന്നാം. കാരണം അത് റിയൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരുന്നെങ്കിൽ അവർ നല്ല ജോഡിയായിരുന്നു, അതായത് പ്രഭേന്ദുവും നമ്മുടെ ദിലുലുവും. പക്ഷേ സിനിമയ്ക്ക് ഒരു ഭംഗി കൂട്ടുന്നത് അതൊരു ആത്മാവായതുകൊണ്ട് തന്നെയാണ് കേട്ടോ. എന്നാൽ നമ്മൾ ആഗ്രഹിച്ചു പോവും അവരൊന്നിച്ചിരുന്നെങ്കിൽ എത്ര ഭംഗിയായേനെ എന്നുള്ളത്. പക്ഷേ അതൊരു പ്രേതമായതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റോറി ഇത്ര ഇഷ്ടപ്പെടുന്നത്. നേരെ മറിച്ച് അതൊരു സാധാ ക്യാരക്ടർ, ഒരു വ്യക്തി, ഒരു മനുഷ്യൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതൊരു ക്ലീശയായിട്ട് തോന്നിയേനെ. എന്തായാലും സിനിമ നല്ല അടിപൊളി പടമാണ്. എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ പടമാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്പോൾ അടുത്ത് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഫീൽ ഗുഡ് മൂവി എന്ന് തന്നെ പറയാം.